കർണാടക വനത്തിൽ നിന്നും ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. കർണാടക വനത്തിൽ നിന്നും ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. ഞായറാഴ്ച രാത്രിയാണ് ആനക്കൂട്ടം രാജഗിരി നഗറിലെ കൃഷിയിടത്തിലിറങ്ങിയത്. സോളാർ വേലി തകർത്ത് കൃഷിയിടത്തിലിറങ്ങിയ ആനകൾ പുലർച്ചെ വരെ അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി തറയെ തോമസിൻ്റെ പറമ്പിൽ കാണിച്ച പരാക്രമമാണിത്. ഉള്ള കവുങ്ങുകളെല്ലാം പരമായി നശിപ്പിച്ചിട്ടുണ്ട്. തറയിൽ തോമസ്, തറയിൽ ഷാജി എന്നിവരുടെ കൃഷിയിടത്തിലാണ് ഇറങ്ങിയത്. കമുക്, തെങ്ങ് എന്നിവയാണ് നശിപ്പിച്ചിരിക്കുന്നത്. 2 ദിവസം മുൻപും ഇവിടെ കാട്ടാന ഇറങ്ങി കൃഷികൾ നശിപ്പിച്ചിരുന്നു. ചെറുപുഴ ഈസ്റ്റ് അലേരി പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന കർഷകർ ഏറെ ഭീതിയിലാണ് കഴിയുന്നത്. കർണാടക ഫോറസ്റ്റിൽ നിന്ന് ആന ഇറങ്ങി തറയിൽ തോമസിൻ്റെ പറമ്പിലേക്ക് വന്ന വഴിയാണിത്. ഇവിടുത്തെ ഫെൻസിങ് ചവിട്ടി നശിപ്പിച്ചിട്ടാണ്. ഫെൻസിങ്ങിൽ കറണ്ട് ഇല്ല, എന്തോ അപായം പറ്റി ഫെൻസിങ് പോയതാണ്. ഇവിടെ 2 വഴിക്കായിട്ട് ഇങ്ങനെ ഇറങ്ങിയ പാട് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഈ വർഷം ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഈ മഴ തീർന്നതിന് ശേഷം ലാസ്റ്റായപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ 2 തവണയായി ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നത്. 2 മാസം മുമ്പ് ഇതേ ഫെൻസിങ് വേലിയുടെ ഇതേ സ്ഥലത്തൂടെ തന്നെ ആന ഇറങ്ങിയിട്ട് ഇതൊന്ന് ക്ലിയറാക്കി വെച്ചതേ ഉള്ളൂ. അതായത് ഇവിടുന്ന് ആ കാണുന്ന 2ാമത്തെ പോസ്റ്റ് വളച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയത്. അത് വളഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ആന ഇറങ്ങിയതിൻ്റെ പ്രധാന ഈ വളഞ്ഞു നിൽക്കുന്ന ഈ ഒരു പോസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം അതിലേ ഇറങ്ങിയത്. ഇപ്രാവശ്യം ആന അവിടുന്ന് 3ാമത്തെ പോസ്റ്റിങ് വന്നിട്ട് ഇവിടെ വന്നിറങ്ങി. ഇത് ഭയങ്കര ഒരു ദുഷ്കരമായ ഒരു സംഭവം. ഇത് ആൾക്കാർക്ക് പണിക്ക് പോകാനൊന്നും പറ്റത്തില്ല. ഇതിപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഇവിടെ ഒരു 7:30 ആയപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. രാവിലെ തോമസ്, തറയിൽ ഷാജി ഇവരുടെ പറമ്പിലാണ് ഇറങ്ങിയേക്കുന്നത്. നല്ല രീതിയിൽ നാശം പതിച്ചിട്ടുണ്ട്. തെങ്ങിന് എല്ലാം കുത്തി തൊലി കളഞ്ഞിട്ടുണ്ട്. കവുങ്ങ് കുറേ എണ്ണം പറിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ.